കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവും പാർട്ടിയുടെ റെഡ് വോളണ്ടിയർ സംസ്ഥാന ക്യാപ്റ്റനും ആദ്യകാല മലയോര കർഷക സംഘം നേതാവും പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗവുമായിരുന്ന MC ചാക്കോയുടെ 20ാം ചരമവാർഷിക ദിനാചരണം CPI കൂത്താട്ടോളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി ബീന സജീവൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന നേതാവ് AS രാജൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി ബിജോ പൗലോസ് പതാക ഉയർത്തി. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ബാബു വർഗീസ്, ഷൈൻ PM, AK ദേവദാസ്, PG അനിൽകുമാർ, കൗൺസിലർ സന്ധ്യ PR, K രാജു തുടങ്ങിയവർ സംസാരിച്ചു. ആ ജോലി വേണ്ടെന്ന് വെച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള പ്രവർത്തന താല്പര്യം കൊണ്ട് സഖാവ് 50കളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വരുന്നത്. പ്രതിപക്ഷ പാർട്ടിയുടെ ആലപ്പുഴ ബ്രാഞ്ച് സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിക്കുകയും ആദ്യത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്തായി ചേട്ടൻ പ്രസിഡൻറ്റും MC ചാക്കോ വൈസ് പ്രസിഡൻറ്റുമായി 5 വർഷം 10 വർഷത്തോടെ സ്ഥാനത്തിരുന്ന ചാക്കോ ചേട്ടൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ പ്രവർത്തനാവുകയും റെഡ് വോളണ്ടിയേഴ്സിൻ്റെ സംസ്ഥാന ക്യാപ്റ്റനായി ദീർഘകാലം പ്രവർത്തിച്ച MC ചാക്കോ മലയോര കർഷകർക്ക് പ്രത്യേക സംഘടന ഉണ്ടായിരിക്കുമ്പോൾ മലയോര കർഷക സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി 1970കളിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായും ദീർഘകാലം പ്രവർത്തിച്ച MC നമുക്കറിയാം. ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ എതിർപ്പിനെ അതിജീവിച്ച ആളാണ് MC ചാക്കോ. MC ചാക്കോയ്ക്കറിയാം, നമുക്കറിയാം, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ MC ചാക്കോയ്ക്ക് ബുള്ളറ്റുണ്ട്. ആ ബുള്ളറ്റിൻ്റെ പുറകിൽ ഒന്നുകിൽ ജേക്കബിൽപ്പ് കാണും, അല്ലെങ്കിൽ വഴുത്തര ഭാസ്കരൻ കാണും. അത് നെറുപുഴ കമ്മിറ്റിയാണ്. ഇവിടെ നെറുപുഴ നാട്ടിലൊക്കെ ഒതുക്കുന്ന കമ്മിറ്റിയാണ്. ആ ബുള്ളറ്റിൽ MC ചാക്കോ പോകുന്നത് ഉൾപ്പെടെ MC ചാക്കോയുടെ ജയിപ്പ് വീഴ്ച രൂപ വരെ അന്ന് വിവാദപരമായി CPMൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ വ്യക്തിഹത്യ നടത്തപ്പെട്ടിട്ടുള്ള ആൾ MC ചാക്കോയാണ്. MC ചാക്കോയെ വളരെ മോശപ്പെട്ട പേരിൽ വരെ ചിത്രീകരിച്ചിട്ടുണ്ട് MC ചാക്കോനെ. MC ചാക്കോ ധീരമായി ഈ പ്രതിസന്ധികളെ മുഴുവൻ നേരിട്ടുകൊണ്ട് ഉദ്ഘാടന മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി വളരെയേറെ ത്യാഗം ശ്രമിച്ചിട്ടുണ്ട് MC ചാക്കോ. നമുക്കറിയാം, ഒരിക്കൽ CPMൻ്റെ ഒരു പ്രകടനം നമ്മുടെ ഇതിൽ പോകുമ്പോൾ നെറ്റപ്പിള്ളേരൊക്കെ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന സമയമാണ്. ആ പ്രകടനം അന്നൊക്കെ ഞങ്ങളുടെ ഒരു പ്രകടനം നടന്നാൽ ആ പ്രകടനത്തിൽ പങ്കെടുക്കുന്ന ആരാണെന്നുള്ളത് വ്യക്തമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ഇന്നിപ്പോൾ അങ്ങനെ കഴിയില്ല. ആ പ്രകടനത്തിൽ അസാധാരണമായ 4-5 പേരെ പ്രകടനത്തിന് പുറകിൽ കണ്ടത് നെറ്റപ്പിള്ളേർക്ക് സംശയം തോന്നി. ഈ പ്രകടനം കഴിഞ്ഞ് പിരിഞ്ഞു പോകാൻ നേരത്ത് ഇവർ ആടെ കയറി പിടിച്ച് കഴിഞ്ഞപ്പോൾ പറവൂരിൽ വന്നത് ഗുണ്ടാ സംഘമാണ്. ആ ജീപ്പിനകത്ത് നിറച്ച ആയുധമായി MC ചാക്കോയെ ഒഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒരു കേസിൽ കൊടുത്ത മൊഴികളാണ്. ആ പ്രമാദമായ കേസാണ്. അത്രയും വരെ പ്രതിസന്ധികൾ നേരിട്ടുള്ള MC ചാക്കോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ വളരെ സംഘടനാപരമായി നമുക്കറിയാം. ഒരു വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അത് അതിസമർത്ഥനായിരുന്നു MC ചാക്കോ. വ്യക്തിപരമായി പാർട്ടിക്കുള്ളിലുണ്ടാകുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഉൾപ്പെടെ അങ്ങനെ ത്യാഗോത്തരമായി പ്രവർത്തിച്ച ആ സഖാവിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ രക്തപുഷ്പം നിർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.